ഇന്നത്തെ വിശേഷങ്ങൾ കണ്ടാലോ? വൈകിട്ട് കുട്ടികൾ കളിക്കുന്ന സൗണ്ട് കേട്ടിട്ടാണ് ഞങ്ങൾ രണ്ടാളും പുറത്തിറങ്ങിയത്. ഇന്ന് ഇവർ പുതിയൊരു കളിയായിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. പണ്ട് ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് സ്റ്റാച്ചു കളിച്ചിരുന്നു. അതിന് ഇവർ ചെറുതായിട്ട് കുറച്ച് മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പുതിയൊരു കളിയായി. കളിയൊക്കെ അവിടെ നടക്കട്ടെ. ഇത് കണ്ടോ, രാവിലെ വൃത്തിയാക്കിയിട്ടിരുന്ന സ്ഥലം വൈകിട്ട് ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് നല്ല വിഷമമുണ്ട്. പിന്നെ ഇപ്പോഴത്തെ എൻ്റെ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഓരോ കിളികളുടെയും പൂച്ചയുടെയും പിന്നാലെ ജാനിയും കൊണ്ട് നടക്കലാണ്. ഇപ്പോൾ പിന്നെ ക്യാമറ ഞാൻ ഓണാക്കിയതുകൊണ്ട് ആൾക്ക് വലിയ മൈൻഡൊന്നും ഇല്ല കേട്ടോ എന്നെ. ഇനി അങ്ങോട്ട് ജാനിയുടെ പുതിയ അഭ്യാസ പ്രകടനങ്ങളാണ് കാണാനുള്ളത്. കൈവിട്ട കളി എന്ന് പറയാം. ഇതൊക്കെ എങ്ങനെ പഠിച്ചു, ആര് പഠിപ്പിച്ചെന്നൊന്നും ചോദിക്കല്ലേ. എനിക്ക് തന്നെ അതിനുള്ള ഉത്തരം അറിയില്ല. അച്ഛൻ ഓഫീസിൽ നിന്ന് വന്നിട്ട് എക്സസൈസ് ഒക്കെ ചെയ്യുന്നത് ജാനി ശ്രദ്ധയോടെ നോക്കി കാണാറുണ്ട്. അതാണെന്ന് തോന്നുന്നു അവളുടെ മോട്ടിവേഷൻ. അങ്ങനെ ഈ അഭ്യാസ പ്രകടനങ്ങൾ ഇവിടെ നടക്കുമ്പോൾ പുറത്ത് ആകാശത്ത് എന്തോ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്താണ് സാധനം എന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. പോയത് എന്തായാലും മിസൈലും ഡ്രോണും ഒന്നുമല്ല, ആ കാര്യം ഉറപ്പായി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുവരെയായിട്ടും ഫോണിൽ അലർട്ട് മെസ്സേജ് ഒന്നും വന്നിട്ടില്ല. ആ സമാധാനത്തിൽ പുറത്തിറങ്ങിയതാണ് ഞങ്ങൾ. ഇവിടെ കണ്ടോ, കിളികളൊന്നും ഭക്ഷിക്കാതിരിക്കാൻ വേണ്ടി ഈന്തപ്പഴത്തിന് വലയിട്ട് കൊടുത്തിരിക്കുന്നത്. നേരെ ഇരുട്ടി, ബാക്കി വിശേഷങ്ങളായിട്ട് ഞാൻ പിന്നെ വരാം.